Good morning. All right. Welcome back for another great day. ലൈഫിൽ ഹ്യൂജ് റിസൾട്ട് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന നമ്മളുടെ ഓരോ ദിവസത്തെയും സെഷനുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നുണ്ടാവുന്ന യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ് ജസ്റ്റ് കമന്റ് ഡൗൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. ഓവർ തിങ്കിങ് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നതിന്റെ റീസൺസ് എന്താണ്, ഏത് രീതിയിലാണ് നമുക്ക് ഓവർ തിങ്കിങ് വരുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് കിടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേ. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ വരിക, ബി ഹിയർ ഇൻ വീഡിയോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ നമുക്ക് ഓവർ തിങ്കിങ്ങിന് കാരണമാകും. ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണ് ഡെവലപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കതെങ്ങനെയാണ് മാനേജ് ചെയ്യുക, എങ്ങനെയാണ് ഹീൽ ചെയ്യുക, ഈ വിഷയത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് റെഡി ആണല്ലോ? ആർ യു റെഡി? ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സൂപ്പർ മെഡിറ്റേഷൻ. താങ്ക് യു. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ഓക്കെ ഉപകാരപ്പെട്ടു എന്ന് പറയുന്നത്, ആദ്യമായിട്ട് മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം? ഇസ് ദർ എനിബഡി ഹു ഇസ് അറ്റൻഡിങ് ഫസ്റ്റ് ടൈം? നമ്മുടെ മെഡിറ്റേഷനിലും സംഗതികളിലും ഒക്കെ ആയിട്ട്, മോർണിംഗ് ക്ലാസ്സിലും മെഡിറ്റേഷനിലും ഒക്കെ ആയിട്ട്. ഓക്കെ, ജസ്റ്റ് ലെറ്റ് മീ നോ. Ready? Okay. Thank you. So let's begin. എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓവർ തിങ്കിങ് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നത്? നമ്മുടെ ലൈഫിൽ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, റഷീദ് സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ട്രോമയോ കാര്യങ്ങളോ സംഗതികളോ ഒന്നുമില്ല. പക്ഷേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ഈ ട്രോമ എന്ന് പറയുന്ന ഒരു സംഗതി വലിയ ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ EFT തന്നെ നമ്മൾ പറയുന്ന EFTയുടെ അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ വരുന്നതെന്ന് വെച്ചാൽ മെട്രിക്സ് റീഇംപ്രിന്റിങ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ ഒരു സെഗ്മെന്റിലേക്ക്, ആ സ്കൂൾ ഓഫ് തോട്ടിലേക്ക് പറയുമ്പോൾ അവർ പറയുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്നർ ചൈൽഡിനെ വിളിക്കുന്ന പേരാണ് എക്കോ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഇന്നർ ചൈൽഡ് നമ്മളുടെ ഉള്ളിലുള്ള ചെറിയ കുഞ്ഞുകുട്ടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മളുടെ ചെറുപ്പകാലം, ആ ചെറുപ്പകാലത്ത് ചെറിയ ചെറിയ എക്സ്പീരിയൻസുകൾ വരെ ട്രോമാറ്റിക് ആയിട്ട് മാറും. ട്രോമ എന്താ പറയുക, വലിയൊരു എക്സ്പീരിയൻസ് തന്നെ വേണമെന്നില്ല, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുക എന്ന് വെച്ചാൽ, ഓക്കെ, വലിയ രീതിയിലേക്ക് നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളാണ് ഇതിന് കാരണമാകുന്നത്. അല്ല, ചിലപ്പോൾ നമുക്കൊരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട സംഗതിയാവാം. ചിലപ്പോൾ നമ്മളോടെന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് പരിഹസിച്ച ചെറിയ കാര്യങ്ങളാവാം. അത് നിരന്തരം ലഭിക്കണമെന്നില്ല. അതായത് അനുഭവിക്കുന്ന സമയത്ത് നമുക്കത് വലുതാണ്. ഇപ്പോ ഈ പ്രായപൂർത്തിയായിട്ടുള്ള ഇപ്പോഴത്തെ നമുക്ക് പല ചെറുപ്പകാലത്തെ അനുഭവങ്ങളും ഇറ്റ്സ് ഓക്കെ, നിസ്സാരമായിട്ട് തള്ളിക്കളയാം, സ്വർണം. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താണ്, ഇറ്റ്സ് റിയലി പെയിൻഫുൾ. സ്വർണം ഭയങ്കര പെയിൻഫുൾ ആണ്. അവിടെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, ഇത് നമ്മളെ ബാധിക്കുന്നത് അവിടെയാണ്. നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള സംഗതികൾ നമുക്കത് വലിയ പ്രശ്നം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്.
വലിയ രീതിയിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു രാജാവിന് രാജ്യം നഷ്ടപ്പെട്ട ഫീലിംഗ് ആണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പെയിൻ ഉണ്ട്, അത്രയും വിഷമമുണ്ട്, അത്രയും പ്രയാസമുണ്ട്. സോ അത്രയും പ്രയാസം അതിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ആ പ്രായത്തിൽ ചെറുതാണെങ്കിലും, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ, പക്ഷെ ആ സമയത്ത് അത് വലിയ പെയിനാണ്. അപ്പൊ അത് നമ്മളിൽ എന്താ വെച്ചാൽ വല്ലാത്ത സങ്കടവും വിഷമവും പ്രയാസവും ചിന്തകളും. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം എല്ലാവർക്കും ട്രോമ ഉണ്ടായി. യെസ്, എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് വെച്ചാൽ, പക്ഷെ ചില ട്രോമകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വല്ലാണ്ട് ചേഞ്ച് ചെയ്ത് കളയും, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില സംഗതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡിയിൽ അതൊരു വലിയ രീതിയിലുള്ള ചേഞ്ചസ് സംഭവിക്കും. അപ്പൊ ചൈൽഡ്ഹുഡ് ട്രോമ നമുക്ക് ഓവർ തിങ്കിങ്ങിന് കാരണമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോ ഒരു ട്രോമ എക്സ്പീരിയൻസ് ഒരു അബ്യൂസ് ആവാം, നെഗ്ലക്റ്റ് ആവാം. അതായത് കുഞ്ഞു കാലത്ത്, നമ്മൾ ചെറുപ്പകാലത്ത് എന്താ വെച്ചാൽ നമുക്ക് വല്ലാണ്ട് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി, അല്ലെങ്കിൽ അബ്യൂസ് എന്ന് വെച്ചാൽ ദേഹോപദ്രവമോ, അല്ലെങ്കിൽ എന്താ പറയുക സെക്ഷൽ അബ്യൂസോ, അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടായി. അതും അല്ലെങ്കിൽ നെഗ്ലക്റ്റ്, അവഗണന ലഭിച്ചു, അവഗണിക്കപ്പെട്ടു, അത് ഭയങ്കര പെയിൻ ആയിട്ട് മാറി. അല്ലെ, അത് എന്തുമായിക്കോട്ടെ, ബ്രെയിനിന്റെ സ്ട്രക്ചറിനെയും കെമിസ്ട്രിയെയും അത് ബാധിക്കും. നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെയും കെമിസ്ട്രിയെയും അത് ബാധിക്കും. അതായത് നമ്മളുടെ ബ്രെയിനിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രീതി ചേഞ്ചസ് വരും. അപ്പൊ അതിൽ കെമിക്കൽ സോ അത് നമുക്ക് അങ്ങനെയുള്ള കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കെമിക്കൽസ് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കുകയും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതെന്തുണ്ടാക്കും? നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അത് എത്തിക്കും. അതേപോലെ നമ്മളുടെ ചിന്തകളെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന രീതി, കൊഗ്നിറ്റീവ് എബിലിറ്റി, നമ്മുടെ മെമ്മറി കപ്പാസിറ്റി അത് ബാധിക്കും, ക്രിയേറ്റിവിറ്റി അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് അവസാനം നമ്മളുടെ പെരുമാറ്റത്തെയും ബാധിക്കും. ആ ബ്രെയിനിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ടുണ്ട്, അതേപോലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന പാർട്ടുണ്ട്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഈ 3 പാർട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അമിഗ്ഡല, ഹിപ്പോ ക്യാമ്പസ് ആൻഡ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. ഈ അമിഗ്ഡല എന്ന് പറയുന്നത് ഫിയർ വരുമ്പോൾ, പേടി വരുമ്പോൾ, ട്രോമ സംഭവിക്കുമ്പോഴായിക്കോട്ടെ, ഫിയർ വരുമ്പോൾ നമ്മൾക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ, ഇമോഷൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാർട്ടാണ് എന്ന് വെച്ചാൽ അതെന്താണ് എന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ പേടിയെ പ്രോസസ്സ് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പാർട്ടാണ്. എന്ത് തരത്തിലുള്ള പേടിയാണ്, എങ്ങനെയാണ് ഞാൻ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് ട്രോമ സംഭവിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അത് ഓവർ ആക്റ്റീവ് ആകും. ഓവറായിട്ട് അത് എന്ത് ചെയ്യും, പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് നമ്മൾ വല്ലാണ്ട് ട്രോമയിലേക്ക് നമ്മൾ അനുഭവപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൂടെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ട്, ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുന്ന ഈ പാർട്ട് എന്താവും, ഓവറായിട്ട് അലേർട്ടായിട്ട് നിൽക്കുന്ന, ഓവറായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥ വരും. ഇത് ഓവറായിട്ട് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ചെറിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, വറീഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് അത് നയിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇത് കേട്ടിട്ട് ഓവർ തിങ്ക് ചെയ്യണ്ട, ഇപ്പൊ എന്റെ അമിഗ്ഡല ആകെ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ എന്റെ ബ്രെയിൻ ആകെ പ്രശ്നത്തിലാന്ന് പറഞ്ഞിട്ട് ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ചു പോകണ്ട. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്നുള്ളൂ. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളത്, ഞാനിതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇത്ര ഡെപ്തിൽ പറയുന്നത് വെച്ചാൽ, ചില ഇൻഫർമേഷൻസ് കേട്ടാൽ പിന്നെ അത് ചിന്തയായിരിക്കും, ഇപ്പൊ എന്റെ അമിഗ്ഡല ആകെ പോയിട്ടുണ്ടാവും, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വറീഡായിട്ട് ചിന്തിക്കാനല്ല ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, ബ്രെയിൻ മോർ സെൻസിറ്റീവ് സ്ട്രെസ്. അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സെൻസിറ്റീവ് ആവും. ഇപ്പൊ ക്യാമ്പസിൽ എന്താ വെച്ചാൽ ക്രൂഷ്യൽ ഫോർ മെമ്മറി ഫോർമേഷൻ. ഇപ്പൊ ക്യാമ്പസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ മെമ്മറി
ഓർമ്മകൾ സ്റ്റോർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഓർമ്മകളെ സൃഷ്ടിച്ചെടുക്കുന്ന സ്ഥലമാണ്. അത് ഷ്രിങ്ക് ആവാൻ, അത് ചുരുങ്ങാൻ സാധ്യതയുണ്ട് വല്ലാണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് വെച്ചാൽ എഫക്ട് ദ എബിലിറ്റി ടു പ്രോസസ് മെമ്മറീസ് ആൻഡ് ഇമോഷൻസ് പ്രോപ്പർലി. ഇത് ഇപ്പൊ ക്യാമ്പസ് എന്ന് പറയുന്ന ഈ പാർട്ട് മെമ്മറീസിനെ പ്രോസസ് ചെയ്യുന്ന ഭാഗമാണ്. മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഷ്രിങ്ക് ചെയ്യാന്ന് പറയുന്നത് ചുരുങ്ങിപ്പോകും. ബ്രെയിനിലെ ആ ഒരു ഭാഗം കുറച്ച് ചുരുങ്ങിപ്പോകും. വല്ലാണ്ട് ട്രോമ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ചുരുങ്ങിപ്പോകും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാല് ഓർമ്മകളെയും ഇമോഷൻസിനെയും പ്രോപ്പറായിട്ട് എന്താ പറയാ പ്രോസസ് ചെയ്യുന്നതിൽ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകും. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്താണ്? വിച്ച് ഗവേൺസ് ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇമ്പൾസ് കൺട്രോൾ. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും ഇമ്പൾസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇമ്പൾസിനെയും. അപ്പോ ഒന്നെന്താണ് ഇമോഷൻസ് പ്രോസസ് ചെയ്യുന്നു, രണ്ട് അത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ സഹായിക്കുന്നു, മെമ്മറിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഭാഗമായിട്ടുള്ള ഹിപ്പോ ക്യാമ്പസ്. മൂന്നാമത്തെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ മെമ്മറിയെയും അതേപോലെ തന്നെ അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള ഇമോഷൻസിനെ പ്രോസസ് ചെയ്ത് മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഒരു മീനിങ് ഉണ്ടല്ലോ, മീനിങ് കൊടുത്തിട്ടുള്ളത്, എന്നിട്ട് അതൊരു മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത പാർട്ട് വരുന്നത് എന്താണ്? പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം നമ്മുടെ ലൈഫിൽ. ആ ഡിസിഷൻ എടുക്കുന്നിടത്ത് എന്താണ് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ നമുക്ക് പേടി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ, സ്ട്രെസ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസിഷൻസ് എന്തെങ്കിലും പാളിയും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഇമ്പൾസീവായി. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇമ്പൾസീവ് ആയിട്ട് പോകും. അപ്പൊ അതെന്താണ്? ആ പറഞ്ഞിരിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അണ്ടർ ഡെവലപ്ഡ് ആവും ചെറുപ്പകാലത്ത്. ചെറുപ്പകാലത്ത് ഒരുപാട് ട്രോമ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർ ഡെവലപ്പ്, അത് വേണ്ട രീതിയിൽ വികസിക്കില്ല. ഒന്ന് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വികസിക്കാതെ വേണ്ട രീതിയിൽ ഒരു വളർച്ച എത്താത്ത രൂപത്തിലേക്ക് അവസ്ഥ വന്നു. സോ ഇങ്ങനെ 3 തരത്തിലുള്ള മാറ്റങ്ങൾ. ഒന്ന് ഓവർ ആക്റ്റീവ് ആകുന്നു, അമിഗ്ഡല ഓവറായിട്ട് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. 2 ഷ്രിങ്ക് ചെയ്യുന്നു ഹിപ്പോ ക്യാമ്പസ്. 3 പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇത് സംഭവിക്കുന്നു, അത് ഡെവലപ്ഡ് ആവേണ്ട, പൂർണ്ണ രൂപത്തിൽ ഡെവലപ്ഡ് ആകുന്നു. ഇത് ചൈൽഡ്ഹുഡിൽ വല്ലാണ്ട് ട്രോമ അനുഭവിക്കുന്നവരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, സാധാരണ ഒരാളുടെ കാര്യമല്ല. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമുക്ക് ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ നമുക്കുണ്ടാകും. ഇതിന് നമുക്ക് എന്താണ് വഴി? ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എപ്പോഴും ഒരു ഹൈപ്പർ വിജിലൻസ് ആൻഡ് ആങ്സൈറ്റി ബ്രെയിനിലുണ്ട്. ബ്രെയിനിൽ നമ്മൾ എന്താ വെച്ചാൽ വല്ലാണ്ട് ബ്രെയിൻ ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ് ഉണ്ട്. വല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു പേടിയാണ്. ഒരു ത്രെട്ട് വരുമോ എല്ലാത്തിനും ഒരു പേടി പോലെ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഡ്യൂ ടു ട്രോമ can lead to ഹൈപ്പർ വിജിലൻസ് വരും. ആൻഡ് വേർ ദ പേഴ്സൺ ഈസ് കോൺസ്റ്റന്റ്ലി ഗോൺ ഓർ എക്സ്പെക്ടിങ് എ ഡേഞ്ചർ. നമ്മളിങ്ങനെ അറിയാതെ ഒരു ഡേഞ്ചർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. ദിസ് ഹൈറ്റൻഡ് സ്റ്റേറ്റ് ക്യാൻ കോസ് ദ ബ്രെയിൻ ടു അനലൈസ് സിറ്റുവേഷൻസ് ആൻഡ് ലീഡിങ് ടു ഓവർ തിങ്കിങ് ആസ് ഫോം സെൽഫ് പ്രൊട്ടക്ഷൻ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ ഹാപ്പി ന്യൂസ്. നമ്മുടെ ബ്രെയിനിനെ നമുക്ക് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാൻ പറ്റും. വി ക്യാൻ ചേഞ്ച് അവർ ബ്രെയിൻ ത്രൂ പവർഫുൾ കണ്ടിന്യൂസ് മെഡിറ്റേഷൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിറ്റേഷൻസിലൂടെ, അതേപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസിലൂടെ നമ്മൾ എന്താ വേണ്ടത്? അതേപോലെ തന്നെ EFT തെറാപ്പിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ഓവർ ആക്റ്റീവ് ആകുന്ന അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നമ്മൾ അത് തിരിച്ചറിയുക. ഇതിനെ നമ്മൾ എന്താ വെച്ചാൽ ആ ഓവർ ആക്റ്റീവ് ആകുന്ന ഒരു അവസ്ഥ, അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ട് ഓവർ ആക്റ്റീവ് ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ ദാറ്റ്സ് ഹൗ വി ഷുഡ് പ്രൊട്ടക്ട്. അപ്പൊ മനസ്സിലായോ ഓവർ തിങ്കിങ് എങ്ങനെ സംഭവിക്കുന്നത്? ഈ 3 പാർട്ടാണ്.
നമ്മുടെ തോട്ട്സിനെ പ്രോസസ് ചെയ്യുന്ന, ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുന്ന പാർട്ട് ഇതാണ്. ഈ പാർട്ടിൽ അതിന് ഓവർ ആക്റ്റീവ് ആക്കാതെ കാമാക്കി നിർത്താനാണ് ഡെയിലി മെഡിറ്റേഷൻ ഇസ് എ മസ്റ്റ്. ഇനി ഡെയിലി ചെയ്തില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൾട്ടിപ്പിൾ ടൈംസ് ഒരു വീക്കിൽ ചെയ്യുക. മൾട്ടിപ്പിൾ ടൈംസ്, മിനിമം ഒരു 3 times. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 3 times മതി എന്നുള്ള രീതിയിലല്ല, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യും, മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യും. ലിവിങ് മെഡിറ്റേഷൻ തന്നെ പ്രാക്ടീസ് ചെയ്യൂ. എല്ലായ്പ്പോഴും ഇങ്ങനെ നമ്മളെ കാമാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കൊടുത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് 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 നല്ല രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസിലേക്ക് നമ്മൾ പോകും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ നമ്മളിത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതല്ല ഓവർ തിങ്കിങ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അത് ഓവർ തിങ്ക് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പേടിക്കുക, ആലോചിക്കുക. സോ വാട്ട് വി ക്യാൻ ഡു, റിലാക്സ്, അവോയ്ഡ് ചെയ്യുക. അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ സമാധാനിപ്പിക്കുക, പറയുക. നമ്മൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് തന്നെ നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ വല്ലാണ്ട് പോകുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ കാരണം ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമകൾ. അപ്പൊ ഇത് നമ്മൾ ഹീൽ ചെയ്ത്, ഓരോ ട്രോമയും ഹീൽ ചെയ്യുമ്പോൾ ആ മെമ്മറി ഉണ്ടല്ലോ, എവിടെ കിടക്കുന്ന മെമ്മറി? ഹിപ്പോ ക്യാമ്പസിൽ കിടക്കുന്ന നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ അവിടെയാണെന്ന് വെച്ചാൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും, അല്ലെങ്കിൽ അവിടെ നിന്നാണ് മെമ്മറീസിനെ ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ പാർട്ട് എന്താ വെച്ചാൽ വളരെ നല്ല രീതിയിൽ മെമ്മറി ഫോർമേഷൻസ് ആണ്. അപ്പൊ അവിടെയുള്ള പ്രോസസ് ചെയ്യുന്ന മെമ്മറീസിനെ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ഹെൽത്തി ആയിട്ടുള്ള, അപ്പൊ അവിടേക്ക് ത്രെട്ട് വരാതിരിക്കണം, ശ്രദ്ധിക്കണം. അവിടേക്ക് വീണ്ടും വീണ്ടും എഫക്ട് ചെയ്യാതിരിക്കണം. അപ്പൊ അവിടെ നമുക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്തിട്ട്, ഹീൽ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബ്രെയിനിനെ കാമാക്കി ഡെവലപ്പ്. അങ്ങനെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ഇറ്റ് നെവർ സ്റ്റോപ്സ്. അപ്പൊ അത് 25-30 വയസ്സ് വരെ ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും, പ്രാഥമിക ഘട്ടത്തിലുള്ള ഡെവലപ്മെന്റ്. ദെൻ ഫർദർ സ്റ്റിൽ ഇറ്റ് ഈസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് അതിന് ചേഞ്ചസ് വരും. എങ്ങനെ ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് അതിന് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കും. സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ഇമോഷൻസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ദേഷ്യമൊക്കെ വല്ലാണ്ട് വരുന്ന ഒരു അവസ്ഥ. ഓവർവെൽമിങ് ഇമോഷൻസ് വരിക, ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മൾക്ക് താങ്ങാൻ കഴിയുന്ന പെട്ടെന്ന് ഇമോഷൻസ് വല്ലാണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥ, പ്രോസസ് ചെയ്യാൻ കഴിയാതിരിക്കുക. ലീഡിങ് ടു റൂമിനേഷൻ ആൻഡ് ഓവർ തിങ്കിങ്. അതായത് ഇമോഷൻസ്, റൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, തോട്ട്സ് അതിൽ തന്നെ, അത് അങ്ങനെ സംഭവിക്കും. നെക്സ്റ്റ് വരുന്നതാണ് നെഗറ്റീവ് തോട്ട് പാറ്റേൺ. ഒരു പ്രത്യേക നെഗറ്റീവ് തോട്ട് പാറ്റേണിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ കടന്നു ചൊല്ലും. ഇതൊക്കെ അധികവും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നെഗറ്റീവായ തോട്ട്സുകളിലേക്കാണ് പോകും, പോസിറ്റീവായ തോട്ട്സിലേക്കല്ല പോകും. പോസിറ്റീവായ തോട്ട്സിലേക്കും പോകും കേട്ടോ. കാരണം ഇമ്പൾസീവ് ആയിട്ടുള്ള രീതിയിലേക്ക് എന്താ വെച്ചാൽ എക്സൈറ്റഡ് ആയിട്ട്, ഓവർ എക്സൈറ്റഡ് ആയിട്ട്, ഒരു കാര്യത്തിൽ ഓവർ എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ പോകുന്ന സംഗതികളും ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഒരു കാര്യത്തിൽ എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് രണ്ടും അല്ല വേണ്ടത്, പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പോകണം. അപ്പൊ അതിനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ്, EFT തെറാപ്പി അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള തെറാപ്പികൾ ഉപയോഗിക്കാൻ നമ്മൾ നമ്മളെ കാമാക്കി കൊണ്ടുവരും. ഇപ്പൊ നെഗറ്റീവ് തോട്ട് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ബിലീഫ് തന്നെ ചേഞ്ച് ആകും, ലോകത്തെ കുറിച്ചിട്ടുള്ള ബിലീഫ് ചേഞ്ച് ആകും. ഓവർ തിങ്കിങ് വരുന്ന അങ്ങനെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഒരു പാറ്റേൺ ഡെവലപ്പ് ആകും. നമ്മൾ പ്രത്യേക രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും, ഈ ലോകം ശരിയല്ല, അതല്ലെങ്കിൽ ഞാൻ ശരിയല്ല. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മളിൽ ഇൻഗ്രെയിൻഡ് ആകും ആൻഡ് ലീഡ് ടു പെർസിസ്റ്റ് ഓവർ തിങ്കിങ് ആസ് എ ബ്രെയിൻ ട്രൈസ് ടു വാലിഡേറ്റ് ഓർ കൗണ്ടർ ദിസ് ബിലീഫ്. അതായത് പലപ്പോഴും എന്താ വെച്ചാൽ
ഇങ്ങനെ ഒരു നെഗറ്റീവ് പാറ്റേൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ എന്തായി മാറും, റിപ്പീറ്റഡ് ആയിട്ട് ആ തിങ്കിങ്ങിലേക്ക് പോകും. ഇതാണ് ഇപ്പൊ ചിലർക്ക് സംഭവിക്കുന്നത്. ട്രോമ സംഭവിച്ചു എന്നുള്ളതിനെക്കാട്ടിലുമുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആ പാറ്റേണിലൂടെ തന്നെ പോയി എന്നുള്ളതാണ്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ആ തോട്ട് പാറ്റേൺ നമുക്ക് എന്തായിരിക്കണം, ബ്രേക്ക് ചെയ്യാൻ പറ്റണം. ആ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് ഈ ടാപ്പിങ്ങും തെറാപ്പിയും മറ്റുള്ള സംഗതികളും ഒക്കെ നമ്മുടെ ബിലീഫുകളെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് സമ്മതിക്കും. അതേപോലെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുക. അതായത് ചെറിയ സ്റ്റെപ്സിലൂടെ പതിയെ പതിയെ ഓരോന്ന് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അതേപോലെ തന്നെ ഇറ്റ് വിൽ ഇമ്പാക്ട് നമ്മുടെ മെമ്മറിയെയും അതേപോലെ പെർസെപ്ഷനെയും ബാധിക്കും. നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മുടെ കാഴ്ചപ്പാട്, ലോകത്തോടുള്ള കാഴ്ചപ്പാട്, നമ്മുടെ മനോഭാവം, പെർസെപ്ഷൻ, അതിനെ ബാധിക്കുന്നു. സോ ദ ഹിപ്പോ ക്യാമ്പസ് എഫക്റ്റഡ് ബൈ ട്രോമ മൂലം ഹിപ്പോ ക്യാമ്പസിന് ഭയങ്കരമായിട്ട് പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഫോമിംഗ് ആൻഡ് റിട്രീവിംഗ് മെമ്മറീസ് റിട്രീവ് ചെയ്യുന്നത്, ഓർത്തെടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള റോളുണ്ട്. സോ ട്രോമ ക്യാൻ ലീഡ് ടു ഫ്രാഗ്മെന്റഡ് ഓർ ഇൻട്രൂസീവ് മെമ്മറീസ്. വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഇൻട്രൂസീവ് ആയിട്ടുള്ള മെമ്മറീസിന് അതെന്ത് ചെയ്യും, പിക്ക് ചെയ്യാൻ സഹായിക്കും. ആ രീതിയിലായിരിക്കും. വിച്ച് ക്യാൻ കോസ് ദ ബ്രെയിൻ ടു ഡെൽ ഓൺ ദ പാസ്റ്റ് ഇവന്റ്സ്. പഴയ മെമ്മറികളിൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും പണ്ടിങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അന്നാ സംഭവിച്ചത്, ആ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ. സോ നമ്മൾ പാസ്റ്റ് ഇവന്റ്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. പാസ്റ്റ് ഇവന്റ്സിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. യു ആർ ലിവിങ് ഇൻ ദ പ്രസന്റ്, വാട്ട് യു ക്യാൻ ഡു നൗ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ തോട്ട് പാറ്റേൺ, പാസ്റ്റിലേക്ക് പോകുന്ന തോട്ട് പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ഇതൊക്കെ പറയുമ്പോൾ ഈസ് ഇറ്റ് ഈസി? നോ, ഇറ്റ്സ് നോട്ട് ഈസി. ദ ഓൺലി വേ ടു ഡു ഈസ് പ്രസന്റില് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വി ഹാവ് ടു ബിക്കം അവർ ബെസ്റ്റ് ഗൈഡ്. നമ്മൾ വീക്ക് ആവുമ്പോൾ നമ്മൾ അധികം ചിന്തിക്കുന്ന വെച്ചാൽ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സംഗതികളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളധികം ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, സംബഡി പ്ലീസ് ഹെൽപ്പ് മീ, ബിക്കോസ് ഈ തോട്ട്സ് ഒറ്റയ്ക്ക് നമുക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെയായി പോയിട്ടും, അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഒരു സെൽഫ് കെയർ, ഒരു സെൽഫ് കമ്പാഷനേറ്റ് ആയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അതിനാണ് ഈ പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഈ ലവിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. വേറൊരാളിൽ നിന്നല്ല, നമ്മളിൽ നിന്ന്. നമ്മുടെ ചിന്തകളോ ഈ രൂപത്തിലൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഇത്തരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ട്, നമുക്ക് ഇത്തരത്തിലുള്ള പേടികളുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഐ ഹാവ് ടു. എന്നാൽ വലിയ പ്രശ്നങ്ങളുമില്ല, ഇതൊക്കെ മാനേജബിൾ ആണ്, നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ വി ആർ സ്ട്രഗിളിങ്, റൈറ്റ്? ഇതിന്റെ ഇടയിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സംഗതികൾ ചെയ്യുന്നുണ്ട്, എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ, ബട്ട് വി ആർ സ്ട്രഗിളിങ്. ഇതിന്റെ കൂടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പേടി വരുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്ര പറ്റുന്നില്ല എന്നുള്ള പ്രോബ്ലമേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. വി ആർ ഡൂയിങ് ദാറ്റ് ഈസ് ദർ. അതും ഈ പറഞ്ഞിരിക്കുന്ന ബ്രെയിനിന് ഇങ്ങനത്തെ കുറച്ച് ചാലഞ്ചസും അല്ലെങ്കിൽ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അതൊക്കെ നടത്തുന്നത്. കാരണം നമുക്കൊരു സർവൈവൽ മോഡ് ഉണ്ട്, ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ സർവൈവ് ആവില്ല. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം എന്താ വെച്ചാൽ, ഇതൊരു രസകരമായ ഒരു കാര്യം, ഒരു പരിധിവരെ ഒരുപാട് പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. chill and enjoy and relax and go. പക്ഷേ ഒരുവിധം ആൾക്കാരൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ, കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ അധികം ആൾക്കാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ട്രോമാസ് കിട്ടിയിട്ടുണ്ട്, ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 80% ആൾക്കാരും ഒരു ബിലോ ആവറേജ് പെർഫോമേഴ്സ് ആയിട്ട് മാറിയത്. അല്ലെ? 80% ആൾക്കാരും ബിലോ ആവറേജ് പെർഫോം. അപ്പൊ അവരൊക്കെ പല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ദുഃഖം പല രൂപത്തിലുണ്ട്. ചിലർക്ക് വല്ലാത്ത ദേഷ്യമാണ്, ചിലർക്ക് മെമ്മറി പ്രശ്നങ്ങളാണ്, ചിലർക്ക് ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളാണ്,
ചിലർക്ക് ഓവർ തിങ്കിങ് നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, ചിലർക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ചിലർക്ക് സേഫ്റ്റി മെന്റാലിറ്റി ആണ്. ഇൻ സം ഓർ അതർ വേ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് us. Yes or no? അപ്പൊ അത് പല രൂപത്തിലുണ്ട്. ചില ആൾക്കാർക്ക് ഓവർ തിങ്കിങ്ങിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ നോട്ട് അലോൺ. 85-90% ആൾക്കാർ ഇത്തരത്തിലുള്ള പല ചാലഞ്ചിലൂടെ കടന്നു പോകുന്നു. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ചാലഞ്ചസിലൂടെ വ്യത്യാസമുണ്ട് എന്ന്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ കൂടുതൽ ചിന്തിച്ച് വറീഡായി വിഷമിക്കരുത്. ഓ, ഐ ആം ഗോയിങ് ത്രൂ എ ലോട്ട്, ഐ ആം സഫറിങ് എ ലോട്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് അപ്പൊ ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റും? ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുന്നു. പാസ്റ്റിനെ കുറിച്ച് വിടുക. Forget about the past. Happened is happened. Is it easy? It's not easy. പക്ഷെ deliberately you help yourself to focus on the present. നിങ്ങൾ നിങ്ങളെ പിടിച്ചിരുത്തിയിട്ട് പറയണം, മോനെ മോളെ വാ, നമുക്കിവിടെ പ്രസന്റിൽ ജീവിക്കാം, നമുക്ക് ഇവിടെ ജീവിക്കാം, നമുക്ക് ഇന്ന് ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ ട്രെയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മാറ്റിക്കൊണ്ടുവരും. We can create a new pattern. You got it? So believe in yourself that you can do it. No matter what happens, you can magically believe it. Because പല തരത്തിലുള്ള ചാലഞ്ചസ് ഉള്ള ആൾക്കാർ പല രീതിയിലുള്ള മിറക്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. How did they do it? They believed in themselves. They believed in themselves. Clear ആണോ? Okay. So നിങ്ങളിൽ ആ ഒരു ബിലീഫ് നമുക്ക് എന്താ വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് നമ്മളെ പോലെ കണ്ണും കൈയും കാലും മൂക്കുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇതും ഇല്ലാത്തവർ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെത്രത്തോളം ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ജനിച്ചപ്പോൾ തന്നെ കൈയും കാലും ഇല്ലാത്ത ആൾക്കാർ അവരെ മറ്റുള്ള എത്രത്തോളം പെയിൻഫുൾ ആയിട്ട് കടന്നു പോയിട്ടുണ്ടാവും. ആൻഡ് ദേ ഹാവ് ഓവർകം. നമ്മുടെ ബ്രെയിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺസ് വി ടേക്ക് എ ഡിസിഷൻ, നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്ന് നമ്മൾ വാശിയോടുകൂടി ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് പൊരുതാൻ റെഡിയാണെങ്കിൽ, സ്ലോ ആയിക്കോട്ടെ, ടൈം എടുത്തോട്ടെ, ലൈക്ക് എന്തോ ആയിക്കോട്ടെ, ബട്ട് ഐ ടേക്ക് എ ഡിസിഷൻ, ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ഐ വിൽ ഹെൽപ്പ് മൈസെൽഫ്. ഐ ഡോണ്ട് നീഡ്, ഞാൻ മറ്റുള്ള ഒരാളുടെയും ഹെൽപ്പ് ഡിപ്പെൻഡബിൾ ആയിക്കൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ലൈഫിനെ 100% വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേറെ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലല്ലാതെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യും, ഐ വിൽ ബി ദെയർ എന്ന ഡിസിഷൻ എടുത്ത് തീരുമാനം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ ചെയ്യാം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ EFT പ്രാക്ടീസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കോഴ്സ് വല്ലതും അറ്റൻഡ് ചെയ്യാം. ഐ ആം റെഡി ടു ഹെൽപ്പ് മൈസെൽഫ് again and again and again and again and again and again and again, and then improve my life one step at a time. I'm going to be fine. I'm going to take care of myself and I will help myself. അതിൽ ഇനി എന്താ വെച്ചാല് 100ൽ 100 തന്നെ റിസൾട്ട് ലഭിക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ 0-ലാണെന്നുണ്ടെങ്കിൽ അത് 50 ലഭിച്ചാലും ഐ ആം ഫൈൻ. അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി, അത് തന്നെ ലൈക്ക് വി വിൽ ബിക്കം സോ മച്ച് ബെറ്റർ, സോ മച്ച് റിലാക്സ്. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള, അപ്പൊ ഇതിനെന്താ വേണ്ടത്? ഇതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒന്ന് നല്ല ഭക്ഷണ രീതികൾ. ചില സംഗതികൾ നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺസ്, ചില ഫുഡ് ഐറ്റംസ് നമ്മുടെ ഓവർ തിങ്കിങ്ങിനും സംഗതികൾക്കും കാരണമാകുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത്തരത്തിലുള്ള ഹോർമോണുകൾ എന്ത് ചെയ്യും? വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലേക്ക്, കെമിക്കൽ ചേഞ്ചസ് നടക്കുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യും? മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ അത് ഏതാണെന്നുള്ളത് നമ്മളെ കാമാക്കുന്ന, നമ്മളെ കുറച്ചുകൂടി നല്ല ഹോർമോൺസ് ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അത് നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള, മനസ്സിലാവുന്നുണ്ടാവും, ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, സ്റ്റാർട്ട് അഗെയിൻ, ഡു ഇറ്റ് അഗെയിൻ എവറി ഡേ ചെയ്ത് കഴിഞ്ഞിട്ട് ബിക്കംസ് ഹാബിറ്റ്. ചെറിയ എല്ലാം ഒരുമിച്ച് ചെയ്യാതിരിക്കുക. 1 or 2 ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ വെച്ച് പതുക്കെ ഇംപ്രൂവ് ചെയ്ത് you create small changes that will create confidence for you. ചെറിയ കാര്യങ്ങളാണെങ്കിലും
ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ആണെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്ത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ലൈഫിൽ കുറേയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, എക്സ്പീരിയൻസ് ആകുമ്പോൾ, നമുക്ക് ഇതിലൊക്കെ കുറേ കാര്യങ്ങളിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പായി ബെറ്ററായി. ഒരു കാര്യമുണ്ട്, ഇതൊന്നും പഠിക്കാതെ ഇതിങ്ങനെയാണെന്ന് അറിയാതെ ജീവിച്ചു പോകുന്നവരുടെ അവസ്ഥ ആലോചിച്ചു. യു ആർ ലക്കി ആൻഡ് യു ആർ ബെറ്റർ ദാൻ ദം. യെസ് ഓർ നോ? യെസ് ഓർ നോ? ആർ യു ബ്ലെസ്ഡ്? ആർ യു ബ്ലെസ്ഡ്? അറിയാതെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ഇത് ഫിക്സ് ചെയ്യ, അറ്റ്ലീസ്റ്റ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ട്രോമ കിട്ടി സംഭവിച്ചു. പക്ഷേ ഈ ട്രോമ കിട്ടിയതിന് ശേഷം ഇനി ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും, ഇതിനെ ഞാൻ എങ്ങനെ ബെറ്റർ ആക്കും, ഇതിനെങ്ങനെ ഹീൽ ചെയ്യും, ഇതിനെങ്ങനെ ഞാൻ സൊല്യൂഷൻ കണ്ടെത്തും എന്ന് അറിയാതെ പോകുന്ന ആൾക്കാരുണ്ട്. അവരെക്കാട്ടിലും വി ആർ ബെറ്റർ. So the thing is, like, we have two choices. We can become a victim and we can go to a victim. നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിക്ടിമായിട്ട് വിക്ടിം മോഡിലേക്ക് പോകും. എനിക്ക് ട്രോമ കിട്ടി, എനിക്ക് സംഭവിച്ചു, എനിക്ക് പ്രശ്നങ്ങളായി, നമുക്ക് അങ്ങനെ പോകാം. കാരണം ഇന്ന് ഈ ഒരു സെഷൻ കേൾക്കുന്നതോടുകൂടി പല ആൾക്കാരും ചിലപ്പോൾ വിക്ടിം മോഡിലേക്ക് പോകും. ഇനി കുറച്ച് ദിവസം വിക്ടിം മോഡിലായിരിക്കും ചിലത്. എന്ന് വെച്ചാൽ വിഷമവും പ്രശ്നം, ഇത് എന്റെ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ആകെ പോയിട്ടുണ്ടാവും, ഇങ്ങനെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടെന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനോട് വലിയ കാര്യമില്ല, ഇത് ആകെ എന്നെ വഷളാക്കുകയാണ്, ആകെ ബുദ്ധിമുട്ടാക്കുകയെന്ന്. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം. പിന്നെ വിക്ടിം മോഡ് വിടും നിങ്ങൾ. എന്തായാലും നീ ഫിക്സ് ചെയ്തേ പറ്റൂ. Then you will accept the responsibility. When you accept the responsibility that nobody is going to help you but you. വേറെ ഒരാളും നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ട. ഞാൻ ബൈ ചാൻസിൽ വന്നു പോയ ഒരാളാണ്. ഞാനൊരു വഴിപോക്കനാണ്. ജസ്റ്റ് നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഹായ് ഹലോ സംസാരിച്ചു, അതിനിടയിൽ എന്തോ സംസാരിച്ചു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ, മനസ്സിലാവുന്നു, ബട്ട് യു വിൽ ബി ഓൾവേസ് ദെയർ വിത്ത്. I will be doing here. I will be here. Okay, don't worry. ചില ആൾക്കാർ ഓക്കെ അപ്പോൾ എന്താ വെച്ചാല് വി ആർ ഹിയർ. ദാറ്റ്സ് വൈ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഒരു സേഫ് സ്പേസ് ആണ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സേഫ് സ്പേസ് ആണ്. ഈ സെഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ച്, അറിവ് നിങ്ങളിലേക്ക് എത്തിച്ച്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, ഒന്ന് എംപവർ ചെയ്യുക, കുറച്ച് ടൂളുകൾ കയ്യിലേക്ക് തരിക, എന്നിട്ട് ആ ടൂൾ വെച്ചിട്ട് നിങ്ങൾ പണിയെടുക്കുക. You got it? Like, you have to fix your nut and bolt, and you have to put oil, you have to, like, you have to fix your vehicle, which is your engine, which is your, like, so do that. And I'm giving it to you. The thing is നമ്മൾ റെസ്പോൺസിബിൾ ആണ്. I'm sorry, വിക്ടിം മോഡിൽ നിന്ന് നമ്മൾ മാറിയിട്ട് എന്തായിരിക്കണം, നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി മൈൻഡ് സെറ്റ്, ഒരു വിന്നർ മൈൻഡിലേക്ക് നമ്മൾ വരണം. We have to become a winner. How do you become a winner? The moment you choose yourself as a winner, the moment you see yourself as a winner, you are a winner. You're already a winner. നിങ്ങൾ ഓൾറെഡി വിന്നർ ആണ്. കാരണം you came here. നിങ്ങൾ പഠിക്കാനും ഇംപ്രൂവ് ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ഫിക്സ് ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആഗ്രഹിച്ചു തീരുമാനിച്ചു വന്നവരാണ്. മനസ്സിലാകുന്നുണ്ട്? So you are amazing. You are a good person. You don't want to hurt anybody. വേറൊരാളെ ഹേർട്ട് ചെയ്യണ്ട, വേറൊരാളെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല. ഞാൻ സ്വയം വേദനിപ്പിച്ചിട്ടുണ്ട് ഒരാളെ എന്നൊക്കെ തിരിച്ചറിഞ്ഞ്, എന്റെ ഇമോഷൻസ് ഇങ്ങനെ ആയി പോയത് കൊണ്ട് സംഗതി അത് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ഇതെങ്ങനെയാ നമ്മൾ എന്ന് വെച്ചാൽ, വി ഹാവ് ടു ഫൊർഗീവ് അവർ സെൽസ്. നമ്മളോട് എന്ത് ചെയ്യണം? ഫൊർഗീവ് ചെയ്യണം. നമ്മുടെ പാസ്റ്റിൽ നമ്മളെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഫൊർഗീവ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് വെച്ചാൽ വരണം. നമ്മുടെ EFT പ്രോഗ്രാം നാളെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ EFTയിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന EFT നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യം, ഞാനിപ്പോ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ EFT ചെയ്തവരുണ്ട്, അറ്റൻഡ് ചെയ്യുന്നത്, അവർക്കിത് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്കിത് ഇനി എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ അടുത്ത് ടൂൾ ഉണ്ട്, അവർക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ശരിക്കും കോഴ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമല്ല കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ മനസ്സിലാക്കുന്ന സമയത്ത് ശരിക്കും എന്താ വെച്ചാൽ അറിയുന്നുണ്ടാവും എങ്ങനെയാണ്. അപ്പൊ EFT 10 days കോച്ചിങ്ങിലൂടെ, ദെൻ അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു 30 days ഫോളോ അപ്പ്, അതായത് ടീമിന്റെ സപ്പോർട്ട്, പേഴ്സണൽ മെന്ററൊക്കെ വെച്ചിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങളെ എംപവർ ചെയ്യും. അതായത് ഇത് എങ്ങനെ നിങ്ങളിൽ വർക്ക് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടൂളുകൾ ഓരോന്നും എങ്ങനെ ഉപയോഗിക്കാം, നിങ്ങളെ കൊണ്ട് ഉപയോഗിപ്പിച്ച് ചെയ്യിപ്പിച്ച് നിങ്ങളെ റിമൈൻഡ് ചെയ്ത് എടുക്കുന്ന, ആ ട്രാക്കിലാക്കി കൊണ്ടുവരുന്ന ഒരു ടീം വർക്കാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. 30 days
നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഓൾറെഡി പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ അവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ്. നമുക്കൊരു ഇന്ററാക്റ്റീവ് മോഡിലേക്ക് പോകാം. സോ ഐ വാണ്ട് യു ടു ഹാവ് എൻ ഇന്ററാക്റ്റീവ് സെഷൻ. നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഇതിലേക്ക് പോകരുത്. റിയ, ഹൗ ആർ യു ഡൂയിങ്? ഐ വാണ്ട് യു ടു സ്പീക്ക്. ഹൗ ആർ യു ഡൂയിങ്? റിയ നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? Good morning. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഡൂയിങ്? Fine. ഓൾറൈറ്റ്. എങ്ങനെയുണ്ട് നമ്മുടെ EFT ജേർണി? EFTയിൽ വന്നതിന് ശേഷം ആർ യു ഫീൽ മോർ കോൺഫിഡൻറ്റ്? ഹൗ തിങ്സ് ആർ ഗോയിങ്? ഒരു മാസമാണോ ഇപ്പൊ ഇന്ന് 19-ാം തീയതി ആകുമ്പോൾ ഏകദേശം ഒരു മാസമാണോ. ഞാൻ എന്തായാലും ഇന്നത്തെ സെക്ഷൻ വരണമെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ജോയിൻ ആയ. കാരണം നാളെ എനിക്കറിയാവുന്ന കുറെ പേരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഗ്രൂപ്പിലുള്ള കുറെ പേരുടെ ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ഇതിൽ ജോയിൻ ആവുന്നുണ്ട്. ഓക്കെ. റിയ മിസ്സായി പോയി. ഹലോ, നോക്കാം, കാണാം. പിന്നെ നോട്ട്സ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഹലോ, എന്താ ഹലോ. പറയാനുള്ളത്? അപ്പം ഞാൻ എന്തായാലും ഈ മെഡിറ്റേഷനിലേക്ക് വരണമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ ഒരുപാട് പേരുണ്ട് മെഡിറ്റേഷനിൽ വന്ന് മാത്രം പോകുന്നവര്. ശരിക്കും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പോ 29 ദിവസമായി ഇതിൽ വന്നിട്ട്. നാളെ ആകുമ്പോഴാണ് കറക്റ്റ് ഒരു മാസമാണ്. ശരിക്കും നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്കൊരു ബോധം വരും ഈ ക്ലാസ് കഴിയുമ്പോൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. മീൻസ് ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ക്ലാസ്സിൽ വരുന്നത്. എനിക്ക് എന്ത് മാറ്റമാണ് വന്നതെന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷെ അതുപോലൊരു മാറ്റമാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് അടുത്ത 10 വർഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ടൈം ടേബിൾ ആണ് എനിക്ക്. ഞാൻ പ്രോപ്പർ സ്ലീപ്പിംഗ്, ഡെയിലി ലൈഫ് എല്ലാം പ്രോപ്പർ ആണ്. എൻ്റെ ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട്. വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട് ചില സമയങ്ങളിൽ. എന്നിരുന്നാൽ പോലും നമ്മുടെ മെന്റർ ഒന്നും പറയാനില്ല. മാം ഭയങ്കര ഹെൽപ്പാണ്. എല്ലാ ദിവസവും ഈ 10 ഡേയ്സ് ക്ലാസ് കഴിഞ്ഞാലൊന്നും നമ്മൾ ഫ്രീ ആവില്ല ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വർക്ക് തുടങ്ങണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ആവുന്നത്. ആദ്യത്തെ ഒരു 10 ദിവസം നമ്മൾ പഠിക്കുവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതെന്താണെന്നുള്ള ഒരു അറിവ് കിട്ടുവാണ് ക്ലാസ് കഴിയുമ്പോൾ. കാരണം നമുക്ക് മനസ്സിലാവണേ നമ്മൾ എന്താണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ക്ലാസ്സിൽ വേറൊന്നുമില്ല. നമ്മൾ ഇത്രയും കാലം വന്നിരുന്ന വഴി എന്താണ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വ്യത്യാസമാണ് നമുക്ക് ഈ 10 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവുക. ഈ 10 ദിവസത്തിന് ശേഷം നമ്മുടെ ഒരു വലിയൊരു ക്രൂ ഉണ്ട്. ഒരു അമ്മാതിരി സപ്പോർട്ടാണ്. അവർ സപ്പോർട്ട് ചെയ്ത് എന്തിനാന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു ഒരു ഹാഫ് ഡേ നമ്മൾ മിസ് ആവുകയാണെങ്കിൽ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യും. ആ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഞാൻ 29th ഡേ നിൽക്കുകയാണ്. എനിക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. നല്ലൊരു ഒരു മെന്റർ സെക്ഷൻ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കാര്യങ്ങളും നമുക്കൊരു സജഷൻ ചോദിച്ച് നമ്മുടെ ലൈഫിലേക്ക് മാറ്റം വരുത്താൻ പറ്റണേ. അതെ, ബിന്ദു മാം കമന്റ് ചെയ്യുന്നു. ഒരു നല്ലൊരു സർക്കിള്, എന്താ പറയുക, ടോട്ടൽ ഒരു പോസിറ്റീവ് വലയത്തിലാണ് ശരിക്കും നിൽക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, നമുക്കത് ശരിയാക്കാം. ഈ ഇറ്റ്സ് ഓക്കേയുടെ പവർ എന്താന്ന് സാർ ആദ്യത്തെ ക്ലാസ്സിൽ പറയുമ്പോൾ മനസ്സിലാവണില്ല. ഇത് പോസിബിൾ ആവുമെന്നാണ് ചിന്തിച്ചത്. അതാണിപ്പോ ഇന്നിരുന്ന് പറഞ്ഞ ഈ ഓവർ തിങ്കിങ്. ഒന്നിനും ഒരു നെഗറ്റീവ് കമന്റ് ഒന്നും പറയാനില്ല. കാരണം ഇതൊക്കെ നടക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അത് പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പൊ ദേഷ്യമാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആണെങ്കിലും ഒക്കെ നമ്മളത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഒരു 2 വീക്സിൽ ഇത് ഫിക്സ് ചെയ്യാവുന്ന മാറ്ററേ ഉള്ളൂ. ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് മാക്സിമം ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പറ്റുന്നവരൊക്കെ ഈ കോഴ്സിന് ചേരുക. എന്തായാലും ഞാൻ പറയാം, നമുക്ക് ഈ ഒരു എമൗണ്ട് ഒരിക്കലും ഒരു വേസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഒരു ഭയങ്കര ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ശരിക്കും. ഇത് നമുക്ക് ആവശ്യമാണ് പേഴ്സണൽ ലൈഫിൽ. പ്രത്യേകിച്ച് ഞാൻ പറയാണ്, സ്ത്രീകൾക്കൊക്കെ ഇത് ഒരുപാട് ആവശ്യമുള്ള ഒരു സംഭവമാണ്. പറ്റുന്നവർ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക. അതൊരിക്കലും വേസ്റ്റ് ആവില്ല. ശരിക്കും എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇവിടെ 4:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ 3:15 എണീറ്റിട്ടാണ് 3:30 ഇവിടുത്തെ സമയം സെക്ഷൻ തുടങ്ങുന്നത്, ഏർലി മോർണിംഗ്. അപ്പൊ എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സെക്ഷൻ എടുക്കണമെന്ന് എഴുതിയിട്ടാണ്. ഞാൻ മുമ്പ് റെക്കോർഡ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, മോർണിംഗ് സെക്ഷൻ. ഇപ്പൊ ആ റെക്കോർഡ്സ് പറ്റില്ല, ഡയറക്റ്റ് സെക്ഷൻ വേണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് സെക്ഷനിൽ തന്നെ വരാൻ തുടങ്ങിയത്. ഇതാണ് എന്റെ ഒരു 1 മന്ത് എക്സ്പീരിയൻസ്. താങ്ക് യു നിങ്ങൾക്ക് റിയ. വിശ്വസിക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവാം. താങ്ക് യു റിയ. റിയ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അവർ വരുന്ന സമയത്ത്
എന്നോട് ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാല് ലൈക്ക് സാർ ഞാനിങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ ബാച്ചിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഭയങ്കര വേദനിപ്പിക്കുന്ന അത്രയും വിഷമത്തിലൂടെ സംഗതികളിലൂടെയും കടന്നു പോകുന്ന സ്റ്റേജ്. ബട്ട് വി ഡിഡ് ഹീലിംഗ് അല്ലെ, ഒരുപാട് കരഞ്ഞു നമ്മൾ അല്ലെ. ഒരുപാട് കരഞ്ഞു, ഇപ്പൊ കരയാറില്ല, ശരിക്കും പറഞ്ഞ ഇപ്പൊ കരയാറില്ല. ആ, ഞാൻ എന്റെ മെന്ററിനോട് മാം ഞാൻ ഇപ്പൊ കരയാറില്ല, അതൊരു പ്രശ്നമാണോ എന്ന് വരെ ചോദിച്ചു. ആ, മിനിഞ്ഞാന്ന് നമുക്കൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ, അപ്പൊ മാമിന് അതൊരു പ്രശ്നമേ അല്ല, അത് നല്ലതാന്ന് പറഞ്ഞു. തീരെ അതെ കരച്ചിൽ കുറവാണ് എനിക്കിപ്പോ, ഞാൻ അതെ. കരയാറേ ഇല്ല അങ്ങനെ. അതായത് നമ്മള് കളയാണ്, നമ്മള് തെറാപ്പി ചെയ്ത് ഹീല് ചെയ്ത് കരഞ്ഞ് നമ്മളുടെ ഉള്ളിൽ ഗ്രീഫ് അത് ആവശ്യമാണ്. ആ ഫീലിങ്സ് പ്രോസസ് ചെയ്യണം, ഇമോഷൻസ് പ്രോസസ് ചെയ്യണം. അതാണ് പ്രോസസ്സിംഗ് എന്ന് പറയും. നമ്മൾ ഉള്ളിൽ കൊണ്ട് നടന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സഫക്കേറ്റഡ് ആയി, സപ്രസ്ഡ് ആയി, ഉള്ളിൽ എങ്ങനെ പ്രോസസ് ചെയ്യണമെന്ന് അറിയാതെ അത് പിന്നെ ഏതൊക്കെയോ നെഗറ്റീവായ രീതിയിൽ പ്രോസസ് ആയി, അതിന്റെ പേരിൽ പിന്നെ ഒരു ആശ്വാസം, ഇതെല്ലാത്തിനെയും കഴുകി കളഞ്ഞ് ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ. അപ്പം റിയക്ക് നമ്മളെന്ന് വെച്ചാൽ തെറാപ്പി ഇങ്ങനെ കൊടുക്കുമ്പോൾ ലൈക്ക് ഷി വാസ് ലൈക്ക് ദ ടീയേഴ്സ് ലൈക്ക് കണ്ണിലൂടെ ഇങ്ങനെ ഒഴുകുകയായിരുന്നു. അങ്ങനെ ഹീല് ചെയ്ത് ഇപ്പൊ അത് അത്രയും പോയത് കൊണ്ടാണ് ആ കരച്ചിലും സംഗതികളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയിട്ടുള്ളത്. സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ റിയ ഒരു ജേണി നടത്തി. ഷീ ഗോൺ ത്രൂ എ ജേണി ആൻഡ് ഐ വാണ്ട് യു ടു, നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ എന്താ പറയുക പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടിലോ ഓവർ തിങ്കിങ് ആവട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവട്ടെ, ബിസിനസ് പരമായിട്ടുള്ള ഇഷ്യൂസിൽ നിങ്ങൾ തകർന്നിരിക്കുകയാണ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം, ഫാമിലി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്തുമായി, അസുഖങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. അപ്പൊ നമ്മളത് ഈ ഹീലിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അസുഖങ്ങൾ വിട്ടുപോകും. നിങ്ങൾ ഇമോഷൻസ് പ്രോസസ് ആയി ട്രോമാസ് എല്ലാം ഹീൽ ചെയ്ത് ക്ലിയർ ആയി പോകുന്നതോടുകൂടി നിങ്ങളുടെ ബോഡിയിൽ ഈ സ്ട്രെസ് മൊത്തം ഇറങ്ങി പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന അമിഗ്ഡല, അതേപോലെ തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതേപോലെ തന്നെ ഇപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗത്തൊക്കെ വലിയ ചേഞ്ചസ് ഇനി വരാൻ തുടങ്ങും. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഈ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സാധനങ്ങളൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ then what happens is like you are free from that emotion. നമ്മുടെ EFTയുടെ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും പറയാറുണ്ടെന്ന് വെച്ചാൽ, EFT എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രോബ്ലം നമ്മുടെ ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് എങ്ങനെയാണ് കിടക്കുന്നത്? ഇമോഷൻസ് നമ്മുടെ മെമ്മറി ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇതില് ഇത്രയും വലിയ ഇമോഷൻ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ അമിഗ്ഡല, അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ക്യാമ്പസിനെയും അതേപോലെ തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെയൊക്കെ ബാധിക്കുന്ന സംഗതി. EFT ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ടേക്ക്, ഈ സാധനം അങ്ങ് പോകും, ഇതങ്ങ് പോയി മെമ്മറി മാത്രം ബാക്കിയാവും. ഇത് ബാക്കിയാകുമ്പോ പിന്നെ അവിടെ എന്തില്ല, മറ്റതിന് ഓവർ ആക്റ്റീവ് ആകുന്ന നമ്മുടെ അമിഗ്ഡല ഓവർ ആക്റ്റീവ് ആകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഓരോ സംഗതികളിലൂടെയും നമ്മൾ എന്താ വെച്ചാൽ കടന്നു കിടന്നുണ്ട്. സോ എവരിബഡി ഈസ് എ വിന്നർ ബൈ ബർത്ത് itself. Yes, because it is taking a birth after defeating millions of counted contained in sperms. Yes, റഷീദ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഇതിനു മുൻപ് ഒരു സെഷനിൽ അതേപോലെ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് തന്നെയാണ്. നമ്മളെല്ലാവരും വിന്നേഴ്സ് ആണ് ഓൾറെഡി. നമ്മളെല്ലാവരും ഓൾറെഡി വിന്നേഴ്സ് ആണ്. കാരണം എന്ന് വെച്ചാല് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് എന്താ പറയുക സ്പേമിൽ ഉണ്ടാകുന്ന മില്യൺ കണക്കിന് എന്താ പറയുക ബീജത്തിൽ നിന്ന് ബീജത്തുള്ളികളിൽ നിന്ന് മത്സരിച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ മാതാവിന്റെ അണ്ടത്തിൽ പറ്റിപ്പിടിച്ച് അവിടെ നിന്ന് വിജയിച്ചു വന്ന വിന്നേഴ്സ് ആണ് നമ്മൾ. സോ വി ആർ ഓൾ ഓൾറെഡി വിന്നേഴ്സ്. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഹൗ ടുഡേ സെഷൻ, എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇന്ററാക്റ്റീവ് ആകാം. ആരെങ്കിലും ഇതേപോലെ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ രൂപേഷ്. യെസ് ഗുഡ് മോർണിംഗ്. ആരാണ്? അടിപൊളി സെഷൻ ആയിരുന്നു ഇന്ന്, ഒത്തിരി കാര്യങ്ങൾ കിട്ടി. അതുപോലെ EFT പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ആരെങ്കിലും EFT ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം ഞങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. കാരണം സാറിന്റെ ക്ലാസ് ഇപ്പൊ ഇത് കേട്ടിട്ട് തന്നെ എല്ലാവർക്കും അത്രയ്ക്കും മനസ്സിലാവുന്നുണ്ടാകും. കാരണം ഇപ്പൊ തന്നെ ഞാൻ ഈ അമിഗ്ഡാലയും മറ്റേ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് മറ്റേത് ഹിപ്പോകാമ്പസ് ഒക്കെ ഇടപെടുന്നത് ഞാൻ ഇങ്ങനെ അതിശയം ചോദിക്കുന്നത്. കാരണം എനിക്കിത് മൂന്നും പോയി എന്നാ തോന്നുന്നത്. കാരണം ക്ലാസ് EFTയിൽ ഇരുന്നോണ്ടാണ് ഇതൊക്കെ അത്രയും കണക്ട് ചെയ്യാൻ പറ്റിയത്. ഓരോ കാര്യങ്ങളും പുതിയ പുതിയ അറിവുകൾ. കാരണം ശരിക്കും സൈക്കോളജി പഠിച്ചൊരു ഇതിലേക്കാണ് മൂഡ് പോകുന്നത്. ഇനിയും അറിയാനും കേൾക്കാനും ഒരുപാട് പഠിക്കാനും ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. കാരണം ഈ വയസ്സിൽ ഇത്രയും വയസ്സായപ്പോഴാണ് ഇത് അറിയാൻ പറ്റിയെന്നുള്ളതൊരു സങ്കടം മാത്രമേ ഉള്ളൂ.
പിന്നെ അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും. പിന്നെ EFT പ്രാക്ടീസ് തുടങ്ങിയ ശേഷമാണ് ഇത്രയും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അതുകൊണ്ട് എല്ലാവരോടായിട്ട് പറയാണ്, കാരണം EFT ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു ടൂളാണ്. എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇത് അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായത്, EFTയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ EFT ചെയ്ത ശേഷം പിന്നെ മുമ്പത്തെക്കാട്ടിൽ ഒത്തിരി എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ സൊല്യൂഷൻ അറിയാം. കാരണം നമ്മളൊരു വീഴ്ച വീണാലും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കര കയറാം, അങ്ങനത്തെ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ് കയ്യില്. ഒരു കീ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അത്രയും ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ക്ലാസ് എത്തിപ്പെട്ടത്. പക്ഷെ അത് വലിയൊരു അനുഭവമായിരുന്നു. മീറ്റപ്പ് അതിലേക്കാട്ടും വലിയ അനുഭവമായിരുന്നു. പിന്നെ ക്ലാസ്സിലേക്ക് എത്താൻ അത് സഹായിച്ചു. ഇപ്പൊ ക്ലാസ് ചെയ്ത് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അഡ്വാൻസ് കൂടി ചെയ്യണം എന്നാണ്. അപ്പൊ അത്രയ്ക്കുമാണ് ഈ EFT ടൂളിലോണ്ട് എനിക്ക് മനസ്സിലായതും എനിക്ക് അറിയാൻ പറ്റിയതും എനിക്ക് അനുഭവിച്ചതൊക്കെ വെച്ചിട്ടുള്ള ഒരു അനുഭവത്തിന്റെ മുകളിൽ ഞാൻ പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്തതിന്റെ അറിവിലാണ് പറയുന്നത്. എല്ലാവരും വരിക, കറക്റ്റ് പ്ലേസിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ പിന്നെ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബിന്ദു മാമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കോഴ്സിലേക്ക് വരുന്ന സമയത്ത് കയ്യിലെ ക്യാഷ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാല്, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, കാലിക്കറ്റ് മീറ്റപ്പിൽ വന്ന സമയത്ത് നമ്മുടെ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞത്, നിങ്ങൾ നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. ആ വിഷ്വലൈസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് അവർ എത്തുകയും ചെയ്തു. അപ്പൊ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക പ്രോഗ്രാമിലേക്ക് വരുന്നതും, അതേപോലെ തന്നെ നിങ്ങൾ ശരിക്കും അതിൽ പങ്കെടുക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, കാണുക, അതിനുള്ള വഴിയൊരുങ്ങും, പണം വരും, സംഗതികൾ വരും. എന്നിട്ട് എന്താ വെച്ചാൽ അത് നിങ്ങൾ ഇനിയുള്ള ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, തോട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, റിസൾട്ട് എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അതിലൂടെ ചേഞ്ചസ് കൊണ്ടുവരിക. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഷിഫ്റ്റ് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഒരു ബെറ്റർ ലൈഫ് അർഹിക്കുന്നു. എത്ര കാലമായി ദ തിങ് ഈസ് ലൈക്ക് വി ആർ സ്ട്രഗ്ലിംഗ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. സോ ആ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തുക, ആ അറിവുള്ള റൈറ്റ് ആയിട്ടുള്ള നോളജ് ലഭിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ നമ്മൾ തന്നെ സ്വയം വർക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ആ സ്വയം വർക്ക് ചെയ്യുക എന്നുള്ളതിലേക്ക് നമ്മളെ തുടക്കത്തിൽ കൈപിടിച്ചു, ആ കുഴിയിൽ നമ്മളെ പിടിച്ചിട്ട് എന്താ പറയാ, ഒന്ന് ഇപ്പൊ വീണ് കിടക്കുന്ന വല്ലാത്തൊരു കുഴിയുണ്ട്, ആ കുഴിയിൽ നമ്മളെ പിടിച്ചിട്ട് ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു വള്ളി ആവശ്യമാണ് നിങ്ങൾക്ക്, ആ പിടുത്തം, ഒരു കൈ ആവശ്യം. ആ കൈയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. എന്നിട്ട് നിങ്ങളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെക്കും. പിന്നെ നിങ്ങൾ നടന്നു പോയാൽ മതി. അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഒന്ന് ചാടി നിങ്ങൾക്ക് തന്നെ കയറി വരാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ആ ഒരു സപ്പോർട്ട് ഇപ്പൊ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചാൽ 30 days എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാം ചെയ്യുന്നേ പറയില്ല, നമ്മളൊരു ടീമാണ്. അപ്പൊ ടീമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു കോഴ്സിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള പല ആൾക്കാരും നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ടീമിലേക്ക് വരാം, നമ്മുടെ കൂടെ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കാം. ഇതിനൊക്കെ പുറമെ നമ്മൾ ഫാമിലിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. സോ വി ആർ ഓൾസോ പ്ലാനിങ് ലോട്ട് ഓഫ് മീറ്റപ്സ്, മറ്റുള്ള മീറ്റപ്സുകളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വൺ ബൈ വൺ നമ്മൾ ഈ ഒരു കോഴ്സിനെയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കൂടെ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, വൺ ബൈ വൺ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കി. സോ ദിസ് ഇസ് ലൈക്ക് ഐ വാണ്ട് ദിസ് പ്ലാറ്റ്ഫോം, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഒരു സേഫ് സ്പേസ് ആണ്. നിങ്ങൾക്ക് എന്നും വരാനുള്ള, എന്നും നിങ്ങളുടെ വിഷമങ്ങൾ വന്ന് പറയാനുള്ള, നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളെയും പ്രോസസ് ചെയ്യാനുള്ള, ഹീല് ചെയ്യാനുള്ള ഒരു സേഫ് സ്പേസ് ആണ് ഈ പ്ലാറ്റ്ഫോം. അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത്. നിങ്ങൾ ഒരിക്കൽ നമ്മളെ കോഴ്സിൽ നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ബിക്കം എ ഫാമിലി മെമ്പർ, യു ബിക്കം എ പാർട്ട് ഓഫ് അസ് ആൻഡ് വി വർക്ക് ടുഗദർ. അങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഒരു ടീമായിട്ട് ഇങ്ങനെ പതിയെ സപ്പോർട്ട് ചെയ്തിട്ട് പോവാം. അപ്പൊ ഇനി കൂടുതൽ ലീഡേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. കൂടുതൽ PCS ക്വാളിഫൈഡ് ആയിട്ടുള്ള, എന്താ പറയുക, സൈക്കോളജിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, അതിൽ ഓൾറെഡി ഡിഗ്രി ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ടീമിലേക്ക് ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള സംഗതികൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അഡ്മിനിസ്ട്രേഷണൽ ലീഡേഴ്സിലേക്ക് നമുക്ക് ആൾ ആവശ്യമുണ്ട്. സോ ഇഫ് യു ആർ ആൾസോ ലുക്കിംഗ് ഫോർ എ ജോബ് ആസ് വെൽ, we have a lot of opportunity for you because we want ഇത് നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് നിശ്ചയം വരാം.
അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും. വേറെ Thank you, എന്തൊക്കെയാണ്? sir. Thank you very much. താങ്ക് യു സോ മച്ച്. വേറെ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? കോഴ്സിനെ കുറിച്ച് താല്പര്യമുണ്ടോ? എനിബഡി? Question അല്ലേ sir? Hello sir. പറഞ്ഞോളൂ. Question അല്ല, ഇതിലേക്ക് എല്ലാവരും വരണം, അത് മാത്രമേ പറയാനുള്ളൂ. പൈസ ഒരിക്കലും നഷ്ടമാവില്ല. അത് നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. താങ്ക് യു. അത് തന്നെയാണ് പറയാനുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് അവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിപ്പിച്ചാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു കൻ ഗിവ് എനിബഡി. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് യു ക്യാൻ ഡു. റഷീദ് ഖാൻ എന്തെങ്കിലും ഷെയർ ചെയ്താലോ? എന്താണ് വാട്ട് ഇസ് ലൈക്ക് ടുഡേ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല പോയിന്റ്സ്, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയുള്ള ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്? അതൊന്ന് ഷെയർ ചെയ്യാം. 2-3 ആൾക്കാർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. റഷീദ് ഖാൻ, വാട്ട് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. മനസ്സിലേക്ക് വന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനസ്സ് തട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലേക്ക് തോന്നിയിട്ടുള്ള I have written it. ഹലോ റഷീദ് ഖാൻ, കേൾക്കുന്നില്ല? Present We are all winners. Hello? Hello. റഷീദ് ഖാൻ, We are all winners by birth. yeah, We are all winners. That itself is a big point, no? Because by birth itself we are winners. yes, that's a great point. Yeah, actually that point is contributed by Rashid Khan itself. No, sir, it has come out from your talk. Okay. I grasped it from that. Oh, okay. Thank you. The word winner has emerged. Yes, we are all. പഴയ മെമ്മറീസിൽ ജീവിക്കാതെ ഇന്നത്തെ പ്രസന്റിൽ ജീവിക്കുക, ഇന്നത്തെ മൊമെന്റിൽ ജീവിക്കുക, നമ്മളെ അറിയാൻ കൂടുതൽ ശ്രമിക്കുക, നമ്മൾക്ക് വേണ്ടി സമയം കൊടുക്കുക. Very Yes, good. Fantastic. that is fantastic, sir. Present. Yeah, present ജീവിക്കുക, പഴയതിൽ ജീവിക്കാതിരിക്കുക. Who else? വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റോ? നിങ്ങൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യും. വളരെ ആത്മാർത്ഥമായിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യം മറ്റു പലർക്കും ഉണ്ടാകും. സോ ഇനി ആർക്കും ഷെയർ ചെയ്യാൻ പറ്റാ? വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എടുത്തിട്ടുള്ള, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു പോയിന്റ്? എനിബഡി? വേറെ ആരും ഇല്ലേ? വേറെ ആർക്കും പോയിന്റ് ഒന്നും കിട്ടിയില്ലേ? സാറ് പറഞ്ഞതുപോലെ ഇത് പിന്നെയും ഇതിനെ പറ്റി. ഹലോ, യെസ്. Hello sir. Victim മോഡിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി മോഡിലേക്ക് വരിക. അതെ, വിക്ടിം മോഡലിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി മോഡിലേക്ക് വരിക. ഓക്കെ, റഷീദ് എന്തോ പറഞ്ഞപ്പോ എന്തോ കട്ടായി. റഷീദ്, നിങ്ങൾ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു, അവിടെ സിഗ്നൽ കുറവുണ്ടെന്ന് തോന്നുന്നു എന്നുള്ള ഒരു സംഭവം പറഞ്ഞു. ചില പറഞ്ഞ അമിത്തല ഹിപ്പോകാമ്പസ് ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അത് തന്നെ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവന്ന സാധനമാണെന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്, ക്യാൻ ബി ചേഞ്ച്ഡ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് എന്ന് തോന്നുന്നു. അതെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഇതൊക്കെ പഠിച്ചപ്പോ നമുക്ക് ഓക്കെ, എന്റെ ഇപ്പം ബിന്ദുമാൻ പറഞ്ഞ പോലെ ലൈക്ക് കംപ്ലീറ്റ്ലി എന്റെ 3ഉം അടിച്ചു പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ എന്ന് പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യേണ്ട, ആരും എന്താ വെച്ചാൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ ഡോണ്ട് വറി, ഇറ്റ് ജസ്റ്റ് എന്താ പറയുക, ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്. നമുക്കെന്താ വെച്ചാൽ നമ്മുടെ പ്രോപ്പർ മെഡിറ്റേഷന്റെ പവർ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി ബ്രെയിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള റിസർച്ച് നടത്തുന്ന സംഗതിയാണ്. സോ വെരി ഗുഡ്, താങ്ക് യു. ഒരു പോയിന്റ് കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമിഗ്ഡാലേന അധികം ആക്റ്റീവ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ അത് മെഡിറ്റേഷൻ പിന്നെ എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ട് ഇതിന് സൊല്യൂഷൻ കാണാം. വെരി ഗുഡ്. നമ്മുടെ അമിഗ്ഡാല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ പാർട്ട് ഓവർ ആക്റ്റീവ് ആവാതെ കാമാക്കി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, അതായത് ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എക്സസൈസ്, അതേപോലെ തന്നെ മെഡിറ്റേഷൻസ്, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ കൊടുത്ത് നമ്മളെ ടേക്ക് കെയർ ചെയ്യുക. ദാറ്റ്സ് ദ വേ വി ക്യാൻ വർക്ക് ഔട്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ പാസ്റ്റ് ട്രോമാസ് ഹീൽ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെമ്മറി ബാഗേജുകൾ നമ്മൾ എടുത്ത് കളയുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്താൻ പറ്റും. ഷക്കീർക്ക പറഞ്ഞോളൂ. ഹായ് സാർ. ഹായ്. ഞാന് നിങ്ങൾ പറഞ്ഞ ആ കമ്മ്യൂണിറ്റിയിൽ വരാൻ താല്പര്യമുണ്ട്. ഇതിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനും റഷീദും ഒരേ വഞ്ചിയിൽ സഞ്ചരിച്ച ആൾക്കാരാണ്. ഞങ്ങൾക്ക് 10 വർഷത്തിൽ കൂടുതൽ NLP ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്താണ് ഇപ്പൊ EFT പറ്റി അറിഞ്ഞതും അതിലേക്ക് വന്നതും.
ബിഗിനിങ്ങില് റഫീഖ് സാറിന്റെ ക്ലാസ്സിലായിരുന്നു. പിന്നെ വേറൊരു NLP പെട്ട ഒരാളിന് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് വന്നപ്പം രാവിലെ 6 മണി മുതൽ 7 മണി വരെ സാറിൻ്റെതും കേൾക്കും. പിന്നെ 7 മണി മുതൽ 8 മണി വരെ റഫീഖ് സാറിൻ്റെ ഉണ്ട്. അതെ അതെ. പോകുന്നു. പക്ഷെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിൽ വരാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾ പഠിച്ച അറിവും കഴിവും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് ഇൻട്രസ്റ്റഡ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഷക്കീർ ഖാൻ, നിങ്ങൾ എവിടെ, സ്ഥലം എവിടെയാണ്? എടവണ്ണ, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടവണ്ണ. നിങ്ങൾ അടുത്ത് തന്നെയല്ലേ? നിങ്ങളൊക്കെ ഇവിടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഷക്കീർക്ക്, ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നമ്മള് ഇവിടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്യുന്ന രൂപത്തിൽ, ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിനുള്ള സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഷക്കീർ ഖാൻ ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത്? നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ? പിന്നെ ഇല്ല, ഇതില് മോർണിംഗ് ക്ലാസ്സിലേ ഉള്ളൂ. വേറെ ഇതിലും ഞാൻ പെട്ടിട്ടില്ല. ഇൻട്രസ്റ്റഡ്. എനിക്ക് പിന്നെ നിങ്ങളെ ഇതില് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായും. അഡ്വാൻസ് മറ്റേതാണല്ലോ, ഓഫ്ലൈൻ ആണല്ലോ. എനിക്ക് എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സിനോട് താല്പര്യം. കാരണം അത് അവിടെ ഒരു എനർജി സർക്കിൾ ഉണ്ടാവും. അതെ അതെ, തീർച്ചയായും. നമുക്ക് അധികം വൈകാതെ വരും. അതെ, അധികം വൈകാതെ ഓൺലൈനിലും എനർജി സർക്കിൾ ഉണ്ടാവില്ലേ? ഓൺലൈനിലും ഉണ്ടാവില്ലേ എനർജി? തീർച്ചയായിട്ടും. ഓൺലൈനിൽ അതായത് ഓഫ്ലൈനിൽ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ ഒരു എനർജി സ്പേസിൽ നമുക്ക് പ്രത്യേകം ആ സ്പേസിന് ഒരു എനർജി ഉണ്ടാവും. ആ സ്പേസിൽ അത് ഇതില് ഓൺലൈനില് രണ്ടും ഡിഫറെന്റ് തന്നെ. എനർജി, സ്പേസിലുള്ള എനർജി വൈബ് വേറെ തന്നെയാണ്. അതെല്ലാം അതൊക്കെ എനിക്ക് അനുഭവപ്പെടും, എന്റെ ബോഡിയിൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും വളരെയധികം സന്തോഷം. നമുക്ക് അടുത്തൊരു ദിവസം എന്ത് ചെയ്യാം, വീണ്ടും കാണാം. കൂടുതൽ ആൾക്കാർ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കം ടു ദ പ്രോഗ്രാം ആൻഡ് ദെൻ വി വിൽ മീറ്റ് അഗെയിൻ. അപ്പോ ഷക്കീർക്ക് എന്തായാലും നമുക്ക് മീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അധികം വൈകാതെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു. കോഴിക്കോട് ക്ലാസ് എനിക്ക് എറണാകുളം ആയതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വന്നായിരുന്നു. കോഴിക്കോട് ഉണ്ടാവുമ്പോൾ ഞാൻ വരും. നിലവിൽ എന്താണ് ചെയ്യുന്നത് ഷക്കീർക്ക്? എന്താ ചെയ്യുന്നത്? എനിക്ക് വുഡൻ ഫർണിച്ചറിന്റെ ഹോൾസെയിൽ ഡീലറാ. ഹോൾസെയിൽ ബിസിനസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, then thank you. Have a great day everyone. Thank you so much.